കാലത്തുള്ള മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ് കേട്ടോ. കാലത്തെ മോർണിംഗ് വാക്കാണ്. അപ്പോൾ സമയം കൃത്യം 6 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ ഈ മോർണിംഗ് വാക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ നാട്ടിൽ നഗരങ്ങളിലൊക്കെ നമുക്ക് കാണാം റോഡിൻ്റെ സൈഡിൽ കൂടി ഫാക്ടറിയുടെ സൈഡിൽ കൂടിയൊക്കെ നടന്നു പോകുന്ന ആളുകൾ. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് എന്തൊരു കഷ്ടമാണ് ഈ പൊടി പിടിച്ച അന്തരീക്ഷം മലിനീകൃതമായ ഒരു റോഡിലൂടെ നടന്നു പോകേണ്ട ഒരവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ മുള്ളൂർക്കരയിലെ ആളുകളൊക്കെ ഇപ്പോൾ വളരെ ഹാപ്പിയിലാണ്. കാരണം എന്തറിയോ, കാണിച്ചു തരാം കേട്ടോ. വിരിച്ച പാടത്തിന് നടുവിലൂടെയുള്ള ഈ ചെറിയ വഴിയിലൂടെയുള്ള ആ ഓട്ടവും ചാട്ടൊക്കെ ഉണ്ടല്ലോ, നടത്തൊക്കെ ഉണ്ടല്ലോ, അതിനേക്കാൾ വലിയ സന്തോഷം നമുക്ക് ലൈഫിൽ എവിടെ കിട്ടാനാണ്. നടക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തൂടെ നടക്കണം കേട്ടോ. നല്ല അന്തരീക്ഷം, നല്ല അടിപൊളിയാണ്, പച്ചപ്പ് നിറഞ്ഞ. ഇതാ അപ്പുറത്തെ ഏറ്റവും ആ കാണുന്നത് നമ്മുടെ ഭരണിപ്പച്ചയാണ് കേട്ടോ. അവിടെ നിങ്ങൾ താഴ്ത്ത് വന്നു കഴിഞ്ഞാൽ. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇത് വളരെ സർപ്രൈസാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം കേട്ടോ. കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും. എനിക്കറിയില്ല മറ്റ് കേരളത്തിലെ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് നഗരങ്ങളിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെ ഇതുപോലെയുള്ള സൗകര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ സർപ്രൈസിങ് ആണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ മുള്ളൂർക്കരക്കാർക്ക് ഇതൊരു വലിയ അനുഗ്രഹമായിട്ട് മാറിയിരിക്കുകയാണിത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർപ്രൈസ് തന്നെയാണ് വീണ്ടും. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഒന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ. അപ്പോൾ അങ്ങനെ സർപ്രൈസ് തന്നാൽ നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ഭരണസമിതി പ്രസിഡൻറ്റ് ഗിരിജ മേലെടുത്ത്, അതുപോലെ നമ്മുടെ മെമ്പർ ജയദാസ്, അതുപോലെ ഇത് നമുക്കായി സമർപ്പിച്ച, അപ്പോൾ മനസ്സിലായല്ലോ എന്തൊരു സാധനമാണ് നമുക്ക് സമർപ്പിച്ചതെന്ന് മനസ്സിലായല്ലോ. എന്താണ് സമർപ്പിച്ചത്, അതിനെന്താണ് മോർണിംഗ് വാക്കുമായി ബന്ധം എന്നൊക്കെ വളരെ ഇതാണ് ഞങ്ങളുടെ കോട്ടക്കുളം കേട്ടോ. ഈ കോട്ടക്കുളത്തിൻ്റെ ഒരുപാട് ചരിത്രം അല്ലെങ്കിൽ ഒരുപാട് കഥകൾ പറയാനുണ്ട് ഈ കോട്ടക്കുളത്തിന് കേട്ടോ. ഒരു 1.5 ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്ന, അതിന് മുമ്പ് കേട്ടോ കഴിഞ്ഞ ഭരണസമിതി ചെയ്തതാണ്. അതിൻ്റെ ചുറ്റും ഇങ്ങനെ നല്ല പനകളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇവിടെ കുറേ ബെഞ്ചുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ നീറ്റായിട്ട് വൃത്തിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പുതിയ എന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതൊരു നിമിഷം ഒരു 35-40 സെക്കൻഡും കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം അതെന്താണെന്ന്. കാരണം മറ്റേതൊരു പഞ്ചായത്തിനെ പോലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അത് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒന്നാണ്. അത് നമുക്ക് കാണാം കേട്ടോ. എന്നറിയോ, 1 2 3 യെസ്, ഇതൊരു ഓപ്പൺ ജിം. കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ പഞ്ചായത്ത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഓപ്പൺ ജിം സമർപ്പിച്ചത്. നമ്മുടെ ബഹുമാനപ്പെട്ട ചേലക്കര MLA ആയിരുന്നു. ഇതാ എക്സസൈസ് കഴിഞ്ഞിട്ട് പോകുന്ന ലേഡീസ് പോലും എക്സസൈസ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കത് ചെയ്തതാ പോകുന്നു. പക്ഷേ ഇപ്പോൾ അത് ശൂന്യമായി കിടക്കുകയാണ്. കാരണം പഞ്ചായത്ത് ചെയ്തുകൊണ്ട് കാര്യമില്ലോ, അത് ആളുകൾ ഉപയോഗിക്കുമ്പോഴാണ് അത് വർത്താകുന്നുള്ളൂ. എന്തായാലും അറിഞ്ഞു വരുന്നേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇത്രയും നല്ല ഒരു ഏകദേശം 1 2 3 4 5 6ഓളം ഇൻസ്ട്രുമെൻസുകളാണ് നമ്മുടെ ബോഡി ഫിറ്റ് പഞ്ചായത്തിലെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്ത് നമുക്കായി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഒരുപാട് പൈസ ചിലവാക്കിയിട്ടാണ്. അപ്പോൾ എനിക്ക് ജനങ്ങളോട് റിക്വസ്റ്റാണ്, ഇത് യൂസ് ചെയ്യുക, വളരെ നന്നായിട്ട് യൂസ് ചെയ്യുക, കേടുവരാതെ സൂക്ഷിക്കുക. ഇത് നമ്മുടെ ഒരു പൊതു സ്വത്താണെന്ന് മനസ്സിലാക്കുക. ഇത് പബ്ലിക് ജിം എന്ന് പറയുമ്പോൾ, ഓപ്പൺ ജിം എന്ന് പറയുന്ന പോലെ തന്നെ ഓപ്പണായി കിടക്കുന്നത് കൊണ്ട് സാമൂഹ്യ വിരുദ്ധരൊന്നും വന്ന് ശല്യം ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. കാരണം ഇത് ജനങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നമാണ്. അപ്പോൾ ഈ കുളത്തിലേക്ക് നോക്കി സൂര്യനെ നോക്കിക്കൊണ്ടൊക്കെ നമുക്ക് ഈ എക്സസൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും, നമ്മുടെ ആരോഗ്യം ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി ഇത് നമുക്ക് മുള്ളൂർക്കരയിലെ ജനങ്ങൾക്ക് സമർപ്പിച്ച പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, അത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹാപ്പിയാണോ? അടിപൊളിയാ? അടിപൊളി. ഓക്കെ, ഇത് കറക്റ്റ് സീക്വൻസിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓരോ ഇതിനായിട്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള സാധനങ്ങളാണിത്. ഓക്കെ, എല്ലാവരും അടിപൊളിയായിട്ട് വന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ.